ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായിട്ടും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ളൊരു വർക്കാണ്. അത് ഈ ഗ്ലാസ് ഷീറ്റ്, അതായത് OHP ഗ്ലാസ് ഷീറ്റ് എന്ന് പറയും. ഇത് എല്ലാ ബുക്ക് സ്റ്റോളുകളിലും കിട്ടുന്നതാണ്. ഇത് ഗ്ലാസ് പെയിൻറ്റ് സ്റ്റാർട്ടിങ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഷീറ്റാണ് OHP ഗ്ലാസ് ഷീറ്റ്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കി അതിൻ്റെ ഒരു പാർട്ട് നമ്മളെടുത്ത് അത് റോൾ ചെയ്ത് ഒരു പോട്ടിൻ്റെ ഒരു റോൾ ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ സർക്കംസ്റ്റൻസ് ചെറുതാണ്. വീണ്ടും നമ്മൾ മറ്റേ പാർട്ടിൻ്റെ ഒരു ഹാഫും കൂടി എടുത്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ആ ഒരു റോൾ സർക്കംസ്റ്റൻസ് നോക്കുമ്പോൾ കുറച്ചും കൂടി വലുപ്പത്തിൽ വരും. നമുക്ക് രണ്ടെണ്ണവും കൂടി ഒട്ടിച്ച് ഏറ്റവും വലുത് വേണ്ട, അതൊരുമാതിരി വളഞ്ഞു കിടക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു മറ്റേ പാർട്ടിൻ്റെ ഹാഫും കൂടിയേ നമ്മൾ ഒട്ടിച്ചോളൂ. അപ്പം അത്രയും റൗണ്ട് മതി. ഇനി ഇതെന്ന് വെച്ചാൽ ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റാണ്. ആ ഒരു ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ഇതിൻ്റെ റൗണ്ട് ചെയ്ത് നമ്മൾ അതും ഒട്ടിച്ച് കഴിഞ്ഞ് ഫെവി ബോണ്ട് യൂസ് ചെയ്താണ് ഒട്ടിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ താഴത്തെ ഒരു ലെയർ നമ്മൾ അത് ഒട്ടിച്ചെടുക്കാനായിട്ട് താഴത്തെ ഒരു ലെയർ നമ്മൾ ഒട്ടിച്ചാണ് ആ ഒരു പോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ആ ഒരു ഗ്ലിറ്റേർഡ് ഷീറ്റ് റൗണ്ട് ചെയ്ത് അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച്. ഇനിയെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും മെയിൻ ഈ ഡെക്കറേഷനാണ്. ഈ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ പീസസ് ഇതാണ്ട് കറക്റ്റ് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിന് കോൺ, അതായത് നീളമുള്ള ഭാഗം വെച്ചാണ് നമ്മളത് കട്ട് ചെയ്തത്. അതിൻ്റെ നോക്കിയതിന് ശേഷം ആ ഒരു രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഒന്ന് കർവ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ഷേപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റും ബ്ലൂവും നമ്മൾ പൊട്ടിൻ്റെ ആകൃതിയിൽ, ഒരു ഗോപി പൊട്ടിൻ്റെ ആകൃതിയിൽ കട്ട് ചെയ്തിരിക്കുന്നത്. ബ്ലൂ വലുതായിട്ടും വൈറ്റ് ചെറുതായിട്ട്. ഞാനിവിടെ ഈ ഒരു 3 കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും ഡെക്കറേഷന് യൂസ് ചെയ്യാം. കണ്ടില്ലേ, ഇത് ആദ്യമേ ആ ഒരു യെല്ലോയിൽ ബ്ലൂയിൽ വൈറ്റും കൂടിയാണ്, എങ്കിൽ മാത്രമേ നല്ലൊരു എടുപ്പ് കാണൂ. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ ഒരു റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോട്ടിനെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര എണ്ണം ഇതുപോലത്തത് വേണമെന്ന്. ഇത് ഞാൻ ഒരെണ്ണം വെച്ച് അതിൻ്റെ സ്പേസ് നോക്കിയപ്പോൾ 13 എണ്ണം താഴത്തെ ലെയറും മുകളിലത്തെ ലെയറും സെയിം 13 എണ്ണവും നമുക്ക് ആവശ്യം വേണ്ടി വന്നു. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ഇതൊരെണ്ണം കട്ട് ചെയ്ത് ഇതെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് ഓരോന്ന് നമുക്ക് വെച്ച് നോക്കാം എത്ര എണ്ണം വേണ്ടി വരും. അത്ര എണ്ണം നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം. ഓരോ കളറ് മാറ്റിയതിന് ശേഷം ഒരു പ്രത്യേക ഷേപ്പിൽ, അതായത് ഒരു സൈഡ് ഈ ഒരു യെല്ലോയുടെ ഗോൾഡൻ്റെ നമ്മൾ വൺ സൈഡ് നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് സമയം നമ്മളിത് ഓരോന്നും പിടിച്ച് വെച്ചാൽ മാത്രമേ അത് ഒട്ടി വരത്തുള്ളൂ. ഒരുപാട് സമയം വേണ്ടി വരും നമ്മൾ ആ ഒരു ഫെവി ബോണ്ടും ഈ ഒരു ഗ്ലിറ്റേർഡ് പേപ്പറും കൂടി ഒട്ടിച്ചെടുക്കാനായിട്ട്, ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റും കൂടി ഒട്ടിച്ചെടുക്കാൻ, ആ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. കണ്ടില്ലേ, ആ ഒരു ഷേപ്പ് അത് മുകളിലോട്ടും നേരെ തിരിച്ചും മറിച്ചും വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ആദ്യത്തെ ലെയർ നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു ഒട്ടിച്ച ഭാഗം മുകളിൽ വരത്തക്ക വിധത്തിലാണ് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. തിരിച്ച് നമ്മൾ അതേപോലെ തന്നെ മുകളിൽ നിന്ന് ചെയ്തതിന് ശേഷം ഒട്ടിച്ച ഭാഗം താഴത്തെ ലെയറിൽ വരത്തക്ക വിധത്തിലാണ്. ഇനിയെന്ന് വെച്ചാൽ അതിനൊരു ഹാൻഡിൽ, അതേപോലെ തന്നെ ഗ്ലാസ് ഷീറ്റിൻ്റെ ബാലൻസിൽ അതൊക്കെ ഒട്ടിച്ചെടുത്ത്, ഇനി അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ബാലൻസ് എനിക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു. ആ ഒരു ഡെക്കറേഷൻ സാധനം കണ്ടില്ലേ, അതെണ്ണം മുകളിൽ ഞാൻ അതേപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വക്കിന് നല്ല ഒരു കട്ടി വീതി കൊടുക്കാനായിട്ട് താഴെ മുകളിലും ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ അകത്തും കണ്ടില്ല, അതിൻ്റെ അകത്തും ഒട്ടിച്ച് നല്ല കട്ടിക്ക് വെച്ചപ്പോൾ നല്ല സൂപ്പർ ഒരു പോട്ട് ഡെക്കറേഷൻ ആയി കഴിഞ്ഞു.